കിച്ചൺ. അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്ക് ഓണമൊക്കെ അല്ലേ, അപ്പോൾ സദ്യക്കുള്ള 2 കറികളും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് കൂട്ടുകറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നുറുക്കിയെടുക്കണം. പിന്നെ 3 പച്ചക്ക വേണം, അതും ഇങ്ങനെ നുറുക്കിയെടുക്കുക. പിന്നെ 1 കപ്പ് കറുത്ത കടല, അത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ 2 കപ്പ് തേങ്ങ വേണം എടുക്കാൻ. പിന്നെ ഒരു ശർക്കര, ഒരു ചെറിയ ബോൾ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയത് 1 കപ്പ് വേണം. നമുക്ക് ആദ്യം ഈ ചേനയും പച്ചക്കായൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ശർക്കര വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. അതിലേക്ക് ഈ ചേനയും പച്ചക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കടല ഇടേണ്ട ആവശ്യമില്ല, കടല ഓൾറെഡി വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ, അപ്പോൾ ആ ശർക്കരയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ ഈ ശർക്കരയുടെ വെള്ളം തന്നെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഈ കൂട്ടുകറി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ്, ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഈ ടൈം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ 2 കപ്പ് തേങ്ങ എടുത്തതിൽ 1 കപ്പ് തേങ്ങ വേണം നമ്മൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാനും, ബാക്കി 1 കപ്പ് ഒന്ന് വറുത്തെടുക്കാനുമാണ്. അപ്പം ഈ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്ക്കകത്താണ് നമ്മൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിനകത്ത് തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല, നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നന്നായിട്ട് ഇത് കരിഞ്ഞു പോകും. ഇത് വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ വറുക്കുന്നതിനെക്കാട്ടിൽ നെയ്യ് ഒഴിച്ച് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കൂട്ടുകറിക്ക്. ഇനി നമുക്ക് ആ കൂട്ടുകറി ഒന്ന് നോക്കാം. കണ്ട വെള്ളമൊക്കെ അതാ വറ്റി, ആ ശർക്കരയൊക്കെ ഇതിനകത്ത് വറ്റി നല്ല എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് പകുതി, ഇതിൻ്റെ ഹാഫ് വേവ് ആകുമ്പോഴാണ് കടല ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പെല്ലാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കണം, അതിൻ്റെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കുറച്ച് വെള്ളം കൂടെ അരപ്പ് അരച്ച് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അരപ്പ് ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ലോ ഫ്ലെയിമിൽ. നമുക്ക് തേങ്ങ നോക്കാം. തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു കളറാണ് നമുക്ക് ഈ തേങ്ങ കിട്ടേണ്ടത്. ഇത് പിന്നെ അരക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, കറിയിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇതാ നന്നായിട്ട് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് ആ കഷ്ണത്തിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങയുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ആ കൂട്ടുകറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് താളിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ താളിക്കാൻ നേരത്ത് ഈ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ കറിക്ക്. ഇനി നമുക്കിവിടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ താളിച്ച ആ മുളകും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് പാവയ്ക്ക കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അവിടെ പാവയ്ക്ക എടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈരും 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാവയ്ക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പാവയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാവയ്ക്ക എണ്ണയിൽ വറുത്താണ് നമ്മൾ എടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക എല്ലാം ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചട്ടി എടുത്ത് അതിൽ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ എണ്ണ തന്നെ ഒഴിക്കണം, കാരണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം. അപ്പം കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് കിട്ടാൻ. കാരണം നല്ല ക്രിസ്പി ആയാലാണ് ആ പാവയ്ക്ക് നമ്മൾ ആ കിച്ചടി അധികം വലിയ കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ സദ്യയ്ക്കാവുമ്പം പല സ്ഥലങ്ങളിൽ പല രീതിയിലാണല്ലേ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. കിച്ചടി ആയിരുന്നാലും കൂട്ടുകറി ആയിരുന്നാലും പച്ചടി ആയിരുന്നാലും പല ടൈപ്പുകളായിരിക്കും, പല ടേസ്റ്റും ആയിരിക്കും. ഇത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ചട്ടിയിലേക്ക് നമ്മൾ അരച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ ഈ പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്ക കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് എണ്ണയിൽ കടുവും മുളകും ഒക്കെ ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ആ പാവയ്ക്ക് ഫ്രൈ ചെയ്ത് തന്നെ ആ എണ്ണ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, 2-3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് താളിച്ചെടുക്കാം. കിച്ചടിയുടെ അരപ്പൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്, പിന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം.
ഈ തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. കണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിച്ചടിയാണ് കേട്ടോ ഇത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മളൊരു പായസമാണ് തയ്യാറാക്കുന്നത്. ഉണക്കലരി വെച്ചിട്ടുള്ളൊരു പായസമാണ്. പായസത്തിൻ്റെ റൈസ് ഇല്ലേ, അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ പായസ റൈസ് എങ്കിൽ ഉണക്കലരി ആയിട്ടോ ഒക്കെ കിട്ടും. ഇത് വാങ്ങിയാൽ മതി. ഇനി ഇതൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ കുക്കർ, കാരണം നമ്മൾ ഇതിനകത്ത് പാലൊഴിച്ച് വേവിക്കുന്നത് കൊണ്ട്. ഇതിലേക്കൊരു 4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറിൽ കറിയൊക്കെ നേരത്തെ വെച്ചിട്ടുള്ളതാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പാല് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവും. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം 1 കപ്പ് പഞ്ചസാര മതിയാവും കേട്ടോ, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് മധുരമാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം നല്ല ഒരു ഹൈ ഫ്ലെയിമിന് വെയിറ്റ് ഇടാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇത് ചൂടാറി വരുമ്പോൾ നമുക്കിങ്ങനെ ഇത് പൊങ്ങി വരുമ്പം അപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ നല്ല സിമ്മാക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ ഇത് വേവിച്ചെടുക്കണം. കണ്ടപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മാക്കി വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നട്ട്സും റൈസിൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഞാൻ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് കുക്കർ തുറന്നതാണ്. കണ്ടോ, നല്ല പായസം റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടോഫി, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ടോഫി തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതുപോലെ ഒന്ന് കാരമലായി വരണം. ഈ ടോഫി സോസും കൂടി ഇതിനകത്ത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പം ഇപ്പം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. അപ്പം ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ ഇത് കരിയും. അപ്പോൾ ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. കണ്ടതാ, ഇത് നല്ല സ്റ്റിക്കി ആവും. അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് റൈസിൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ട, ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കൂട്ടുകറിയും പാവയ്ക്ക കിച്ചടിയും പായസവും ഒക്കെ. അപ്പം പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.